എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 4/7/2026 നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 63/2026. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്? ഓപ്ഷൻ സി ഗൗരി പാർവതിഭായ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെ? ഓപ്ഷൻ ബി അവധ്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം? ഓപ്ഷൻ ഡി ഫ്രാൻസ്. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആര്? ഓപ്ഷൻ സി മുഹമ്മദ് അലി ജിന്ന. ശിവയോഗവിലാസം എന്ന മാസിക ആരംഭിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത്? ഓപ്ഷൻ എ ലാഹോർ. മിശ്ര വേലിയേറ്റത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്ര വേലിയേറ്റമെന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഡാഷാണ്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ജൂൺ സെപ്റ്റംബർ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി 1, 4 ശരിയാണ്. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്നൊഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാബർ എന്ന് വിളിക്കുന്നു. പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തരായി ബെൽറ്റ് ബങ്കർ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ഓപ്ഷൻ സി ദൊഡ്ഡബെട്ട. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ആറളം. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി വിവിധതരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യ വിതരണം. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി രണ്ടാമത്തെ പദ്ധതി. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഓപ്ഷൻ എ സിന്ധു ശ്രീ ഖുള്ളർ. ദാരിദ്ര്യരേഖാ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ സി ആഗോളവൽക്കരണം. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി RBI ഡാറ്റ. ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി 1, 2. ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളെപ്പറ്റിയുള്ള ശരിയായ വിവരമേത്? ഓപ്ഷൻ സി 1 മാത്രം ശരി. ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവയുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി A1, B3, C2. കേന്ദ്ര ലിസ്റ്റ് തുറമുഖങ്ങൾ, സംസ്ഥാന ലിസ്റ്റ് കന്നുകാലി പരിപാലനം, സംയുക്ത ലിസ്റ്റ് മായം ചേർക്കൽ. 44ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്തവ കണ്ടെത്തുക. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്? നിലവിൽ അനുച്ഛേദം 300B ഉൾപ്പെടുന്നതാണ് സ്വത്തവകാശം. അനുച്ഛേദം 22(4) മാറ്റങ്ങൾ വരുത്തി കരുതൽ തടങ്കൽ സാധുവാക്കുന്ന കൂടുതൽ ഉപാധികൾ ഉൾപ്പെടുത്തി. 352 അനുച്ഛേദത്തിൽ ആഭ്യന്തര കലാപം എന്നതിനു പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റിയത്. ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം ശരിയല്ലാത്ത പ്രസ്താവന.
ചുവടെ നൽകിയതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ സി ജില്ലാ കൗൺസിൽ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളേവ? ഓപ്ഷൻ ബി അനുച്ഛേദം 29 മുതൽ 30 വരെ. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് ക്രിപ്സ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത്. സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ. ചുവടെ പറയുന്നവയിൽ കേന്ദ്ര സർവീസുകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 3, 4 എന്നിവ. ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർമാർ ആരെല്ലാം? ഓപ്ഷൻ ബി 2 മാത്രം. ഗ്യാനേഷ് കുമാർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി 1, 2, 3, 4 എല്ലാ പ്രസ്താവനകളും. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ ക്വാറം 4 ആയിരിക്കേണ്ടതാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി 1 മാത്രം. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി 1 മാത്രം. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 11-ാമത്തെ വകുപ്പ് തണ്ണീർത്തടങ്ങൾ രൂപം മാറ്റം വരുന്നതിനെ നിരോധിക്കുന്നു. കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് കെ സ്മാർട്ട്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹയാനം. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ സംരംഭമാണ് മന്ദഹാസം. തെറ്റായത് ഏത്? ഓപ്ഷൻ സി 1, 2 എന്നിവ മാത്രം. ഈ 2 പ്രസ്താവനകളാണ് തെറ്റായത്. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി 2 ഓൺലി. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ബി A4, B3, C2, D1. കുഷ്ഠരോഗം, ബാക്ടീരിയ, അത്ലറ്റ്സ്, ഫുഡ്, ഫംഗസ്, മീസിൽസ്, വൈറസ്, മന്ദരോഗം, വിരകൾ. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത്? ഓപ്ഷൻ ഡി 1, 2, 3, 4. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നു. നാഡീപ്രവർത്തനങ്ങൾ തകരാറിലാകുന്നു. പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. രക്തം കട്ട പിടിക്കുന്നത് തകരാറിലാക്കുന്നു. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു ഏതാണ്? ഓപ്ഷൻ സി ബേസോഫിൽ. ജൈവ വൈവിധ്യനാശത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി 4 ഓൺലി. പ്രകൃതി നിർദ്ധാരണം. കേരള സർക്കാരിൻ്റെ കിടപ്പ് രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതിയാണ് ഓപ്ഷൻ എ ആശ്വാസകിരണം. ഫോക്കൽ ദൂരം 5 സെൻറ്റിമീറ്റർ ആയ ഒരു ലഘു സൂക്ഷ്മദർശിനിയുടെ കോണീയ ആവർത്തനം എത്രയാണ്? ഓപ്ഷൻ ബി 6. മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാകുന്നതിൻ്റെ പ്രധാന കാരണം ഏതാണ്? ഓപ്ഷൻ ബി ജലതന്മാത്രകളുടെ കമ്പനം. താഴെ പറയുന്നവയിൽ ഘർഷണബലം ഏതിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്? ഓപ്ഷൻ ബി ഉപരിതലങ്ങളുടെ സ്വഭാവം.
2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണയായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ഓപ്ഷൻ സി, ബ്ലാക്ക് ഹോളുകളുടെ ലയനം. രൂപാന്തരത്വം എന്ന സ്വഭാവവിശേഷം കാണിക്കാത്ത മൂലകം ഏത്? ഓപ്ഷൻ ഡി, നൈട്രജൻ. താഴെ തന്നിരിക്കുന്നവയിൽ ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 4. ഒക്സാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, കാർബോണിക് ആസിഡ്. ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2, 3. ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യം എന്ന മൂലകവുമായി വികരണ ബന്ധം കാണിക്കുന്നു. ലിഥിയം സഹസംയോജക സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. ലിഥിയത്തിന് ഉയർന്ന അയോണീകരണ ഊർജമുണ്ട്. തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്ന വിഷയം 2025 രസതന്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹമായി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കുക. അന്തരീക്ഷവായുവിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് ജലമായി സംഭരിക്കാൻ സാധിക്കുന്നു. വിഷവാതകങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ സാധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കുന്നു. ആണവായുധങ്ങളിൽ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥങ്ങൾ ആഗിരണം ചെയ്ത് സംസ്കരിക്കാൻ സാധിക്കുന്നു. തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ ഡി, ഈ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാമാങ്കവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി, എല്ലാം ശരിയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ബ്രാഹ്മണർക്ക് സ്വാധീനം ലഭിച്ചു തുടങ്ങി എന്നാണ് മാമാങ്കത്തിൻ്റെ ഉദ്ഭവം സൂചിപ്പിക്കുന്നത്. 12 വർഷം കൂടുമ്പോഴാണ് മാമാങ്കം കൊണ്ടാടിയിരുന്നത്. കുലശേഖര വംശം അസ്തമിച്ചതോടെ മാമാങ്കം കൊണ്ടാടിയിരുന്നത് വള്ളുവനാടിൻ്റെ അധിപനായ വള്ളാറ്റിരിയായിരുന്നു. തിരുനാവായിൽ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം കൊണ്ടാടിയിരുന്നത്. മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രത്തെ ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിൽ ഏതു പേരിലാണ് അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ സി, നിരമിത്രൻ. യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്ന് നിൽക്കാത്ത പ്രസ്താവനകൾ ഏത്? യക്ഷഗാനത്തിന് ബലയാട്ടം എന്ന പേര് കൂടിയുണ്ട്. ഇതൊരു അനുഷ്ഠാന കലാരൂപമാണ്. കാസർഗോഡ് ജില്ലയിൽ ഈ കലാരൂപം പ്രചാരത്തിലുണ്ട്. പാർത്ഥി സുബ്ബയ്യയാണ് യക്ഷഗാനത്തിൻ്റെ പിതാവ്. ചേർന്ന് നിൽക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ബി, 2 ഓൺലി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? ഓപ്ഷൻ സി, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ സി, തലശ്ശേരി. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 51 ഓപ്ഷൻ സി, 17. 52 ഓപ്ഷൻ ഡി, 49. 53 ഓപ്ഷൻ സി, 7:12 AM. 54 ഓപ്ഷൻ സി, 108 രൂപ. 55 ഓപ്ഷൻ എ, 101. 56 ഓപ്ഷൻ എ, 56. 57 ഓപ്ഷൻ ബി, കൊച്ചുമകൾ. 58 ഓപ്ഷൻ ബി, 234. 59 ഓപ്ഷൻ സി, ബുധൻ. 60 ഓപ്ഷൻ ബി, 14. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഇഫ് ഐ സോ എ സ്നേക്ക് അണ്ടർ മൈ സോഫ ഐ ഡാഷ് എവേ. Option B, would run. One of the following words is misspelled. Identify the word. Option C, occurrence. Ulysses was braver than any other Greek hero. Can be written without a change in meaning as. Option A, no other Greek hero was as brave as Ulysses. The foreign expression carte blanche means. Option A, complete freedom. Antonym of gregarious. Option A, reserved. Change the following sentence into indirect speech. The man said to the people at the bus stop, "Don't you believe me?" Option A, the man asked the people at the bus stop whether they did not believe him. Add an appropriate tag. Let's have a break now. Dash
question mark. Option B, shall we. Rewrite the following sentence into passive voice. Make one more attempt. Option D, let one more attempt be made. The head office has dashed his request for transfer. Option A, turn down. The meaning of the idiom cut corners is option B, to do something in the easiest way. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. തന്നിരിക്കുന്നവയിൽ ശരിയായവ മാത്രം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി 1, 3 എന്നിവ. കവി, കവയിത്രി, അധ്യാപകൻ, അധ്യാപിക. ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി, ശോണം, അരുണം. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ. അരുതായ്മകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. താഴെ തന്നിരിക്കുന്ന ഒറ്റപ്പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി 2, 3 എന്നിവ. കൃഷിയെ സംബന്ധിച്ചത് ആർഷം, ആത്മാവിനെ സംബന്ധിച്ചത് ആത്മികം. എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഓപ്ഷൻ എ, അഭംഗുരം. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി 2, 4 എന്നിവ. പുതു പ്ലസ് കലം, പുതുക്കലം. എരി പ്ലസ് തീ, എരിതീ. ഇതിലേതാണ് കേവല ക്രിയയോട് ചേർന്ന് നിൽക്കാത്തത്? ഓപ്ഷൻ ഡി, ഓടിക്കുന്നു. തന്നിരിക്കുന്നവയിൽ വിനീയച്ഛത്തിന് ഉദാഹരണമായത് ഏത്? ഓപ്ഷൻ സി, പറഞ്ഞു കേട്ടു. പീനം എന്ന വാക്കിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി, ശുഷ്കം. കപ്പൽ മുളകിൻ്റെ പര്യായമായി താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ, തന്നിരിക്കുന്നവയെല്ലാം. കൊല്ലമുളക്, ഉപ്പേരിമുളക്, വറ്റൽമുളക്, പറങ്കിമുളക്. അടുത്ത ചോദ്യം. ഒരു ഖരപദാർത്ഥം ചൂടാകുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയ്ക്ക് ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ, ഉത്പതനം. ജലത്തിൻ്റെ തിളനില ഡാഷാണ്. ഓപ്ഷൻ സി, 100 ഡിഗ്രി സെൽഷ്യസ്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? ഓപ്ഷൻ എ, 17. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു പ്രധാന അസംസ്കൃത രാസവസ്തുവാണ്. ഓപ്ഷൻ ബി, അമോണിയ. LPGയുടെ UN നമ്പർ ഏത്? ഓപ്ഷൻ ഡി, 1075, 1075. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ്? ഓപ്ഷൻ എ, കെൽവിൻ. മെക്കാനിക്കൽ ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷൻ താഴെ പറയുന്ന ഏത് തരം തീപിടുത്തത്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി, ബി ടൈപ്പ് ഫയർ. സംവഹനം നടക്കുന്നത് ഏത് അവസ്ഥയിലാണ്? ഓപ്ഷൻ ബി, ദ്രാവകം. PASS പാസ് വിശദീകരിക്കുക. ഓപ്ഷൻ എ, പുൾ, എയിം, സ്ക്വീസ്, സ്വീപ്പ്. പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി, ഫ്രെഡറിക് ഇസ്മാർക്ക്. ചതവോടുകൂടിയ മുറിവുകൾക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി, കൺഡ്യൂസ്ഡ് മുറിവ്. ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം എങ്ങനെ മനസ്സിലാക്കാം? ഓപ്ഷൻ ബി, രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുന്നു. അസ്ഥികൾ ഒടിഞ്ഞ് ആന്തരിക അവയവങ്ങളെ തുളച്ചു കയറി ഉണ്ടാകുന്ന തരം മുറിവ് ഏതാണ്? ഓപ്ഷൻ സി, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ടാത്ത കാര്യം? ഓപ്ഷൻ ബി, നടക്കുകയോ ഓടുകയോ ചെയ്യണം. ഹൃദയത്തിൻ്റെ താളം വിശകലനം ചെയ്യാനും ആവശ്യമെങ്കിൽ വൈദ്യുത ഷോക്ക് നൽകാനും കഴിയുന്ന സങ്കീർണമായ ഉപകരണം? ഓപ്ഷൻ എ, AED. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് CPR കൊടുക്കുമ്പോഴുള്ള ചെസ്റ്റ് കംപ്രഷൻ വെന്റിലേഷൻ അനുപാതം എത്രയാണ്? ഓപ്ഷൻ ഡി, 30:2. പൊള്ളലുണ്ടാകുമ്പോൾ ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടായാൽ അത് ഏത് തരം പൊള്ളലാണ്?
ഓപ്ഷൻ ബി 2ാം ഡിഗ്രി പൊള്ളൽ. ആഹാരപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങുന്നത് മൂലമുള്ള ശ്വാസതടസ്സത്തെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ ബി ചോക്കിംഗ്. സാങ്കേതികവിദ്യാ നിയമം 2000 വകുപ്പ് 66 പ്രകാരം വകുപ്പ് 43 പരാമർശിച്ച ഏതെങ്കിലും പ്രവൃത്തി അസത്യസന്ധമായോ വഞ്ചനാപരമായോ ചെയ്യുന്നയാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ ബി പരമാവധി 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. സാങ്കേതികവിദ്യാ നിയമം 2000 പ്രകാരം ഈ നിയമപ്രകാരം ലഭിച്ച അധികാരങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തി ഏതെങ്കിലും ഇലക്ട്രോണിക് രേഖ, പുസ്തകം, രജിസ്റ്റർ വിവരങ്ങൾ അല്ലെങ്കിൽ രേഖകൾ എന്നിവയിൽ പ്രവേശനം നേടിയ ശേഷം ബന്ധപ്പെട്ട വ്യക്തിയുടെ സമ്മതമില്ലാതെ അതിനെ മറ്റൊരാളോട് വെളിപ്പെടുത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ ബി പരമാവധി 5 ലക്ഷം രൂപ പിഴ. മേലെ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.